ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് ആ വീടൊക്കെ വിട്ടിട്ട് വേറൊരു വീട് മേടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനിന്ന് ആ വീടൊക്കെ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. ഇതെന്തിത്? ഇതാണ് നമ്മുടെ വീട്. അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ കിച്ചൺ ഓക്കെ. ഇവിടെ സാധനങ്ങളൊന്നുമില്ല, നമ്മുടെ ഭക്ഷണമൊന്നും കഴിക്കാറില്ല. നമ്മൾ ഫുള്ള് 6 പാക്ക് ബോഡിയാണ് ഗൈസ്. അപ്പം ഗൈസ് ഞാൻ മണ്ടയിലൊക്കെ കാണിച്ചു തരാം. മണ്ട നമുക്ക് ജിമ്മുണ്ട്. ഓ ഗൈസ്, ഇതാണ് നമ്മുടെ ജിമ്മ്. ഇത് വെപ്പൺ സ്റ്റോർ. നമുക്ക് തോക്ക് മേടിക്കാൻ പോകണം കേട്ടോ ഇന്ന്. അപ്പോൾ താഴെയൊക്കെ നമ്മൾ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട്, താഴെ 2 പേര്. പിന്നെ ഇതാണ് നമ്മുടെ ജിമ്മ്. ഇന്നാണ് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇന്നിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ട് രാവിലെ വർക്കൗട്ട് ചെയ്തുകൊണ്ട് ഇനിയിപ്പം ചെയ്യാൻ പറ്റില്ല. അപ്പം ഗൈസ് പിന്നെ ഇതൊരു ടോയ്ലറ്റ് ഉണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ ടോയ്ലറ്റ്. ടെക്നോളജിയാണ്. ഞാൻ വന്ന് കാല് തൊട്ട പൊന്തി വരും ഗൈസ്. പക്ഷേ ഇപ്പം എനിക്ക് തൂറാൻ മുട്ടുന്നില്ല ഗൈസ്. അപ്പോൾ ഞാൻ ഇതൊന്നും ഓടാനും പറ്റുന്നില്ല ഗൈസ്. അപ്പോൾ നേരെ താഴോട്ട് പോവാം. ഇനിയിപ്പം എന്ത് ചെയ്യാനാ നേരെ ഗൈസ്. ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ റൂം. നമ്മൾ ജോലിയൊക്കെ ചെയ്യുന്ന, നമ്മൾ കുറച്ച് ഹാക്കിങ്ങും പരിപാടിയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്ക് നേരെ താഴോട്ട് പോകണം. നേരെ ഗ്യാരേജിൽ പോകണം, നമ്മുടെ വണ്ടി എടുക്കണം. അത് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് ആദ്യം തോക്ക് വാങ്ങാൻ പോകണം. അതായത് പിന്നെ നമ്മൾ ബോട്ടിങ്ങിന് പോകണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് നേരെ ഇനി ഗ്യാരേജിലേക്ക് പോകാം. ഗ്യാരേജ് അവിടെ ഇത് അടുക്കളയല്ലേ, ഗ്യാരേജിനോട്ട് ഇറങ്ങുന്ന വഴി ഉണ്ടായിരുന്നല്ലോ. അത് എവിടെയാണ്? ഞാനത് ഒരു വലിയ വീടായതുകൊണ്ടൊന്നും മനസ്സിലാവുന്നില്ല ഗൈസ്. ഇവിടെ ലിഫ്റ്റൊക്കെ ഉണ്ട് ഗൈസ്, പക്ഷേ തുറക്കില്ല. ഇതാണ് നമ്മുടെ ഗ്യാരേജ്. ഗൈസ് നമ്മുടെ സൂപ്പറാണ് നമുക്കുള്ളത് ഗൈസ്. നല്ല മോഡിഫൈഡ് ചെയ്ത് സൂപ്പർ. എന്നാണ് ഇന്ന് വാങ്ങി ഗൈസ്. അപ്പം ഗൈസ് നമുക്ക് നേരെ ഇനി ഈ വണ്ടി എടുത്ത് നേരെ ഇതിന് പോകണം, ബോട്ടിങ്ങിന് പോകണം. തട്ടാനിറക്കണം ഗൈസ്. ഓ ഗൈസ്, തട്ടാനിറക്കണം. തട്ടരുത്. ഓ സൂപ്പറായി എൻ്റെ മോനെ. റെഡ് കളർ സീന് ഗൈസ്, കാണാൻ തന്നെ ഒരു ലുക്കുണ്ട്. ഇനി ഇറക്കണം. ഓ സ്വിമ്മിംഗ് പൂളിൽ തട്ടുന്ന ഗൈസ്. എടുക്കൂ. അതാ വീണ്ടും ഗൈസ് തട്ടുന്നു. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഇനി നേരെ നമുക്ക് ബോട്ടിങ്ങിന് പോകണം. ഓ തട്ടല്ലേ. ഓ നമ്മൾ ഡ്രിഫ്റ്റൊക്കെ ചെയ്തെടുക്കുക കേട്ടോ വണ്ടി. അത് തട്ടി മാർക്കൊക്കെ എന്തിൻ്റെ സൂക്കേടാണോ ഗൈസ്. അപ്പം ഗൈസ് നമ്മളിനി നേരെ ബോട്ടിങ്ങിൻ്റെ സ്ഥലത്തേക്ക് പോവുകയാണ്. നമ്മളൊരു കടൽ പോലത്തെ സ്ഥലത്താണ് പോകുന്നത്. അവിടെ ഒരു ബൈക്ക് പോലത്തെ നമ്മുടെ ബോട്ടുണ്ട്. അതാണ് നമ്മൾ അത് ഓടിക്കുന്നത്. പക്ഷേ എന്താണ് അപ്പം ഗൈസ്, നമ്മൾ അതിവിടെ തോക്ക് വാങ്ങാൻ വന്നിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് ബോട്ടിങ് വേണേ. കാരണം കുറേ എണ്ണന്മാരെ വണ്ടി ഇങ്ങോട്ട് വന്ന് ഇടിച്ചിട്ട് നമ്മളടിക്കാൻ വന്നത്. അപ്പോൾ നമ്മൾ തോക്കില്ല മര്യാദയ്ക്ക്. അപ്പോൾ ഞാൻ തോക്ക് വാങ്ങാൻ വേണ്ടി ഉള്ളിലേക്ക് കയറുവാണ്. അപ്പം എന്താ വെച്ചാൽ നിങ്ങൾ തോക്ക് വാങ്ങാൻ കേട്ടുവാണ്. നമ്മൾ വാങ്ങാൻ പോകുന്ന തോക്ക് ഏതാണെന്ന് വെച്ചാൽ ഏതപ്പം വാങ്ങാം ഗൈസ്. ഞാനൊരു തോക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒരു റെഡ് കളറാണ്. ഞാൻ പുറത്തിറങ്ങുമ്പോൾ കാണിച്ചു തരാം. ഇപ്പം കാണാൻ പറ്റുന്നില്ല, എനിക്കറിയാം. ഒരു റെഡ് കളർ തോക്കാണ്. അപ്പോൾ ഞാൻ പുറത്തിറങ്ങുമ്പോൾ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഞാൻ പുറത്തിറങ്ങി. അപ്പം ഗൈസ് നമ്മൾ തോക്കൊക്കെ വാങ്ങി പുറത്തിറങ്ങിയിട്ടുണ്ട്. നമുക്ക് തോക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഗൈസ് ഇതാണ് നമ്മുടെ തോക്ക്. അത്യാവശ്യം നല്ലതുണ്ട്. നമുക്ക് ഇയാളെ കൊല്ലാം. അപ്പം ഗൈസ് നല്ല പവറുണ്ട് കേട്ടോ ഗൈസ് തോക്കിന്. ഈ ചുറ്റിക്കെടുത്തു നമ്മുടെ തോക്കടെ. ഞാൻ ചുറ്റിക്കെടുത്തപ്പം തോക്ക് താഴെ വീണു. അപ്പോൾ ഞാൻ തോക്കെടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അടുത്തയാളെ നമുക്കൊന്ന് വെടിവെച്ച് നോക്കാം. കൊള്ളുന്നില്ല. പക്ഷെ ഓ ഗൈസ് എന്നെ പറന്നൊക്കെയാണ് പോകുന്നത് ഗൈസ്. ഇവിടെ കൊല്ലുമ്പോൾ അവരുടെ പേര് നമുക്ക് മണ്ടയിൽ കാണിക്കും. ഓ ഇന്നും വരുന്നില്ല, വെറുതെ ഉണ്ടാകേണ്ട. നമുക്ക് നേരെ ഇനി ബോട്ടിങ്ങിനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഇനി ബോട്ടിങ്ങിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് വേറെ വണ്ടി കയറാം. വണ്ടി പൊളിയാണ് ഗൈസ്. നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്തങ്ങ് ഇറക്കാം. ഇതാണ് ഗൈസ്. അപ്പം ഗൈസ് നമുക്ക് ഇതെടുത്ത് നേരെ ഇനി പോകുന്ന ബോട്ടിങ്ങിൻ്റെ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചങ്ങ് പോയി കഴിയുമ്പോൾ കാട്ടിലാണ്, അവിടെയാണ് നമ്മുടെ ബൈക്ക് പോലത്തെ ഒരു ബോട്ടുള്ളത്. അപ്പോൾ അങ്ങോട്ട് ചെന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അയ്യോ ഓ ഗൈസ്, സാഹചര്യത്താൽ ഒരാളെ കൊല്ലേണ്ടി വന്നു. അപ്പം ഗൈസ് നേരെ ഏതായാലും അവിടെ ഗൈസ് നമുക്കൊരു ജോലി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ബോട്ടിങ്ങിൻ്റെ സമയത്ത്. അപ്പോൾ നമുക്ക് നേരെ ഏതായാലും മിഷൻ ചെയ്യാനാണ് പോകുന്നത്. അതുകൊണ്ട് ഈ ആരോ മാർക്ക് കാണിക്കുന്നിടത്ത് നമ്മൾ പോകണം. നമ്മളിപ്പോൾ നടന്നു പോയാൽ നിർത്തൂല. അപ്പോൾ നമുക്കൊരു വണ്ടി വേണം. നമ്മുടെ കാർ ഈ മിഷൻ സമയമായപ്പോഴത്തേക്കും അത് പോയി ഗൈസ്. എന്ത് ചെയ്യാൻ. ഇതൊരു പരട്ട വണ്ടി ഇവിടെ കിടക്കുന്നു. തൽക്കാലത്തേക്ക് ഇതൊക്കെ എടുത്തുകൊണ്ട് പോകാം ഗൈസ്. വേറെ വണ്ടിയൊന്നും ഇപ്പം കിട്ടുമല്ലോ ഇനിയിപ്പോൾ. ഇപ്പോൾ ഇറങ്ങിപ്പോയത് ഇവന് സാധനം കൊണ്ട് വന്ന വണ്ടിയാണെന്ന് തോന്നുന്നു. വെഹിക്കിൾ പിക്ക്ഡ്. യെസ്. അപ്പോൾ നമുക്ക് നേരെ ഇതും എടുത്ത് നേരെ ആ ലൊക്കേഷൻ ഉള്ളിടത്തേക്ക് പോവാം. അതിൻ്റെ ഡോറൊക്കെ തുറന്ന് കളിക്കുകയാണല്ലോ. ഓക്കെ ഗൈസ്, എവിടെയാ? അതാ ഗൈസ്, അതാണ് ഈ സ്ഥലത്തിന് മുമ്പിൽ അതാ നിൽക്കുന്നു ഗൈസ്. ഓക്കെ നമുക്ക് ഇറങ്ങാം. ഇവിടെയാണ് ആരോ മാർക്ക് കാണിക്കുന്നത്. ഇറങ്ങും.
ഓ ഗൈസ്, ഇത് നമ്മുടെ സാൻ ആൻഡ്രോസിലുള്ള ആളെ പോലെ തന്നെ ഉണ്ടല്ലോ. അപ്പം ഗൈസ് അയാൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ അടുത്ത് നിന്ന് കുറച്ച് പൈസ മേടിച്ചുകൊണ്ട് വരാനാണ് പറഞ്ഞത്. അയാളെ കൊന്ന് കുറേ പോലീസുകാരൊക്കെ വരും, അവരെയൊക്കെ നീ വെട്ടിച്ച് വേണം ഇങ്ങോട്ട് വരാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വണ്ടി എടുത്ത് ഏതായാലും അങ്ങോട്ട് പോവാം. എടാ ഇവനെന്തെങ്കിലും സ്വപ്നം, നമ്മുടെ വണ്ടി അവിടെ ഇതെല്ലാം കിടക്കുന്നു. ഗൈസ് ഞാൻ വേറെ വണ്ടി തപ്പുന്ന കേട്ടോ. നമുക്ക് ആ വണ്ടി ഒരു ഗുണമില്ല, നമുക്കൊരു ബൈക്ക് കിട്ടിയായിരുന്നു തന്നെ രസമുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും വരുന്നുമില്ല. ഗൈസ് നമുക്കതായത് നമ്മളെ ഉള്ള കാരം കൊണ്ട് പോവാം. പോകുന്ന വഴിക്ക് ഏതെങ്കിലും വണ്ടിയൊക്കെ ഉണ്ട് എടുത്താലോ. അപ്പോൾ നമ്മൾ ഈ വണ്ടി കൊണ്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ പോകാം. അപ്പം ഗൈസ് അതൊരു സ്പ്ലെൻഡർ പോകുന്നുണ്ട്. നമുക്ക് അതിന് മുമ്പിലേക്ക് നല്ല ഷോയെല്ലാം കയറ്റി നിർത്തിയിട്ട് അവരെയൊക്കെ ഇടിച്ചിട്ടിട്ട് ആ സ്പ്ലെൻഡറും എടുത്ത് നേരെ പറക്കാം. ഇതൊക്കെ വണ്ടീൻ്റെ അടിയിൽ കൂടെ കളിക്കുന്നത്. ഓ ഗൈസ് ഇടിച്ചിട്ട് ഗൈസ് വണ്ടി കയറാം. ഇതെന്താ ഇറങ്ങിപ്പോടെ ഇറങ്ങിപ്പോയിട്ടുണ്ട് ഗൈസ്. നമ്മൾ നേരെ ആ വഴിക്കാണ് പോകേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. എന്ത് കാണിക്കുന്നത്, സ്പ്ലെൻഡർ ഒന്നും പഴയ നമ്മുടെ നാട്ടിലുള്ള സ്പ്ലെൻഡർ പോലെ അല്ലല്ലോ. ഗൈസ് എവിടെയാണ് അവൻ? ഗൈസ് ഇതാണ് എൻ്റെ മോനെ. ഞാൻ ചെന്നപ്പോൾ തന്നെ എന്നെ അടിക്കാൻ വരുന്നു ഗൈസ്. പെട്ടെന്ന് ഇറങ്ങി തോക്കെടുക്കണം. തോക്കെടുക്ക് കൊല്ലവനെ കൊലവരിക്കണം അവനെ. കൊല്ല് എന്നെ അവൻ അടിക്കുകയാണ് ഗൈസ്. ഈ സിറ്റിയിലെ ഏറ്റവും വലിയ ഗ്യാങ്സ്റ്ററായ എന്നെ അടിക്കുന്ന. അപ്പം ഗൈസ് അതൊക്കെ കഴിഞ്ഞ പക്ഷേ പോലീസ് ഫുള്ളിങ്ങി വന്നു ഗൈസ്. പാളി. ഏതായാലും നമുക്ക് പീരങ്കി എടുക്കണം. പീരങ്കി എടുത്ത് എല്ലാത്തിൻ്റെയും വണ്ടിയൊക്കെ പൊട്ടിക്കാൻ ചത്തോളും. അതിന് മുമ്പ് നമുക്ക് കുറച്ച് പേര് അടിക്കാം. ആ വണ്ടി അങ്ങ് പൊട്ടിത്തെറിപ്പിക്കാം, എന്നാൽ അതങ്ങ് ചത്തോളും. അത് പൊട്ടിച്ചാച്ചപ്പോൾ ആരും ചത്തില്ല ഗൈസ്. ഗൈസ് ഇവരെല്ലാവരും കൂടെ എന്നെയാണ് കൊല്ലുന്നത്. ഇപ്പം എന്താ ചെയ്യുക? പീരങ്കിയൊന്നും കിട്ടുന്നില്ല ഗൈസ്. പീരങ്കി ഇവരുടെ അടുത്ത്, എൻ്റെ കയ്യിലില്ല പീരങ്കി. ആരുടെ അടുത്ത്? ഇവരുടെ പോലീസുകാരുടെ അടുത്ത് ആരുടെ അടുത്തോ പീരങ്കി വെക്കണം. ഞാൻ ബെക്കിക്കൂടിയൊക്കെയാണല്ലോ വെടി വെക്കുന്നത്. ഞാനൊരു സംഭവം തന്നെ വെടിവെക്കുക. ഞാൻ നിലത്തോട്ട് വെടിവെക്കണേടാ. എനിക്ക് ഇത് കുറേ പേര് വന്നുകൊണ്ട് എനിക്കൊന്നും വെടിവെക്കാൻ പറ്റുന്നില്ല. ഞാൻ കുറച്ച് ദൂരത്തോട്ട് വരുന്നുണ്ട്, വെടിവെക്കാൻ പറ്റും നോക്കട്ടെ. വെക്കുക. അവർ പുറകെയാണ്. എന്തിപ്പോൾ ചെയ്യുക? എനിക്കൊന്നും മനസ്സിലാവുന്നുമില്ല. ഇവരെ കൊല്ലേണ്ടി വരും. അയ്യോ പീരങ്കി, അയ്യോ അപ്പം ഗൈസ് ഞാൻ വീണ്ടും അങ്ങോട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇപ്പം എനിക്ക് വേറൊരു പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, നമ്മളിവിടെ സൈഡിൽ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവൻ കാണാണ്ട് പോയിട്ട് അവനെ കൊല്ലണം. അത് കഴിഞ്ഞിട്ട് നേരെ പോലീസിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് പേരെ കൊന്നിട്ട് പെട്ടെന്ന് വണ്ടി എടുത്ത് പോകണം. പോലീസിനെ ഫുള്ള് കൊല്ലാൻ നമ്മൾ നിൽക്കണ്ട. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ നേരത്തെ ഫുള്ള് പോലീസിനെ കൊല്ലാൻ നിന്നു, അതായിരുന്നു പ്രശ്നം. ഞാൻ വിചാരിച്ചു ഫുള്ള് പോലീസിനെ കൊന്നിട്ട് ചെന്നാലേ മിഷൻ പാസ്സാവുള്ളൂ എന്ന്. അപ്പം നമുക്ക് നേരെ അവൻ കാണുന്നില്ല. അപ്പം നേരെ അങ്ങ് വെടിവെക്കാം. വെക്ക്. ഗൈസ് ആ തോക്കും കൊണ്ട് വെടിവെക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നേരെ പീരങ്കിയും കൊണ്ട് തന്നെ വെടിവെക്കണം. അവൻ ഇത്ര നേരമായിട്ട് നമ്മളെ കണ്ടിട്ടില്ല. കുട്ടോ ഗൈസ് അവൻ ചത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ താഴെയോ ഗൈസ് ഫുള്ള് പോലീസ് വന്നിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇപ്പം തന്നെ വന്നു. കുറച്ച് പേര് ചാവുന്നുണ്ട്. പക്ഷേ വന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഗൈസ്. നമ്മൾ ഏതായാലും പെട്ടെന്ന് തന്നെ നമ്മുടെ വണ്ടി എടുത്തിട്ട് പോകണം. നമ്മുടെ വണ്ടി അവിടെയാണ് കിടക്കുന്നത്. നമ്മളും ചാവാണ്ട് നോക്കണം ഗൈസ്. കാരണം പീരങ്കി ആയതുകൊണ്ട് ഇവരെല്ലാം അടുത്ത് വന്നിരിക്കുമ്പോൾ വെടി വെച്ചാൽ പീരങ്കി പിന്നെ നമുക്കിട്ട് പീരങ്കി വെടി വെക്കുമ്പോൾ കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും ഞാൻ. ഒരു വണ്ടി എനിക്ക് കയറിപ്പോകാനായിട്ടൊരു വണ്ടി കിട്ടുന്നില്ല ഗൈസ്. ഈ പോലീസുകാരുടെ വണ്ടി എടുത്തുകൊണ്ട് പോയാലോ? അതിപ്പം കെട്ടുകയും ചെയ്തു. ഞാൻ ചവിടാ ഓടാ. അയ്യോ ഇവനെന്തോ നടക്കുന്ന. ഏതൊരു വണ്ടിയും കിട്ടുന്നില്ല. ഞാനിപ്പോൾ എന്താ ചെയ്യുക? എനിക്കൊന്നും പിടിയും കിട്ടുന്നില്ല. ഇതെടുത്ത് വണ്ടി പെട്ടെന്ന് കയറ് ഗൈസ്. എൻ്റെ വണ്ടി പോലെ തന്നെയുണ്ട്, പക്ഷേ വേറെ അടുത്ത് തന്നെയാണ്. ഞാൻ എടുത്ത് നേരെ വിടുവാണ് ഗൈസ്. നേരെ ഇനി ആ മിഷൻ പാസ്സാക്കാൻ വേണ്ടി അവൻ്റെ അടുത്ത് പോയിട്ട് അവൻ്റെ അടുത്ത് പൈസ മേടിക്കണം. അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക്. ഈ വണ്ടിയൊന്ന് മര്യാദയ്ക്ക് ഓടിക്കടി. അതെങ്ങോട്ടൊക്കെയോ കയറി പോകുന്നു. വണ്ടി ഓടിക്കാൻ ഞാൻ വണ്ടി ഓടിക്കാൻ എക്സ്പേർട്ടല്ല. അപ്പം ഗൈസ് ഞാൻ അങ്ങനെ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പോലീസുണ്ട്. ഞാൻ പെട്ടെന്ന് അവൻ്റെ അടുത്ത് നിന്ന് പൈസ മേടിക്കട്ടെ ഗൈസ്. അപ്പം ഗൈസ് പൈസയൊക്കെ മേടിച്ച് മിഷനൊക്കെ പാസ്സായി നമുക്ക് നേരെ വീട്ടിലേക്ക് പോകണം. കാരണം പോലീസ് സിറ്റി ഫുള്ളുണ്ട്. നമുക്ക് 3-4 സ്റ്റാറൊക്കെ ആവുള്ളൂ. കാരണം 10-30 പോലീസിന് നമ്മൾ കൊന്നിട്ടും വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പോലീസൊന്നും തീരുന്നില്ല. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ നമ്മുടെ വീടാണിത്. നമുക്ക് നേരെ വീട്ടിലേക്ക് കയറ്റി വീണ്ടും ഉള്ളിൽ കയറി അടച്ചിരിക്കാം. അല്ലാണ്ട് പോലീസെല്ലാം പോയി കഴിയുമ്പോൾ പുറത്തിറങ്ങിയിട്ട് ഇനി എന്ത് പരിപാടി ഉണ്ടെങ്കിൽ അതൊക്കെ നടത്താം. അപ്പം ഗൈസ് നമ്മുടെ ഫ്രണ്ട്സൊക്കെ അവിടെ തന്നെ ഇരിപ്പുണ്ട്, ഇതുമായിട്ട് പോയിട്ടില്ല. അപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ നിർത്തി തരാം. പെട്ടെന്ന് ഇറങ്ങും. ഇനി ഓടിപ്പോയി വീട്ടിൽ കയറണം ഗൈസ്. ഓടിപ്പോയി വീട്ടിൽ കയറാം.
അത് ഒന്നും കാണുന്നില്ല. ഒന്നും കാണുന്നില്ല. എന്തെങ്കിലും കാണും. ഓ ഗൈസ്, ഇത് ഫീഡ്ബാക്ക് അയക്കാനെന്നൊക്കെ പറഞ്ഞ് വന്നേക്കുന്നു. ഇനി ഇത് അയച്ചു കൊടുക്കണം. ഒരു സ്റ്റാർ ഞാൻ കൊടുക്കാമല്ലേ? എത്ര സ്റ്റാർ കൊടുക്കണം? ഒരു സ്റ്റാർ മതി. ഓക്കേ, അപ്പോൾ നമ്മൾ ഫീഡ്ബാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യണം ഒന്നും മറക്കരുത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം പിന്നെ കാണാം. ബൈ.